പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തുറന്ന വേദിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരത്തിൻ്റെ സമാപന സമ്മേളനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളതിനാൽ ആദ്യം പങ്കെടുക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനും പോയതിനു ശേഷം മാത്രം സമരപ്പന്തലിൽ എത്തിയ വി ഡി സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഇന്നലെ രാവിലെ 11 മണിക്കാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ ആശമാരുടെ സമാപന സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ. ഇതിനിടെയാണ് 11 മണിക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ സമരപ്പന്തലിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ആശമാർക്ക് അഭിവാദ്യം നേർന്നും അവരോട് സംസാരിച്ചും രാഹുൽ സമരപ്പന്തലിൽ ഇരിക്കുകയായിരുന്നു. സമരപ്പന്തലിൽ എത്തിയ രാഹുലിന് കൈകൊടുത്തും സ്നേഹത്തോടെ പുറത്തു തട്ടിയുമാണ് എം.എൽ.എയെ ആശമാർ വരവേറ്റിട്ടുണ്ടായിരുന്നത്. ആശമാരോട് രാഹുൽ വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. ഒറ്റയ്ക്കാണ് രാഹുൽ സമരപന്തലിൽ എത്തിയത്. നേതാക്കളോ UDF പ്രവർത്തകരോ ഒപ്പമുണ്ടായിരുന്നില്ല. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം നടക്കുന്നതിനാൽ രാഹുൽ തലസ്ഥാനത്ത് ഉണ്ടായിരുന്നു. എന്നാൽ നിയമസഭയിൽ എത്തിയിരുന്നില്ല. രാഹുൽ വേദിയിൽ എത്തിയത് അറിഞ്ഞ് ഉദ്ഘാടന സമയമായിട്ടും വി ഡി സതീശൻ എത്തിയില്ല. സ്ഥലത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുള്ള ഒരാളോട് സമരക്കാർ വിവരം തിരക്കിയപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ട് എന്നായിരുന്നു മറുപടി. രാഹുൽ ഉള്ളതുകൊണ്ടാണ് വരാത്തത് എന്ന് മനസ്സിലാക്കിയ സമരക്കാർ വെട്ടിലായി. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആശമാരോട് യാത്ര പറഞ്ഞ് പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. നിമിഷ നേരങ്ങൾക്കിടയിൽ വി ഡി സതീശൻ സമരപന്തലിലെത്തി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അല്പനേരം സമയം ചെലവഴിച്ച ശേഷമാണ് സതീശൻ സമരപന്തൽ വിട്ടിട്ടുണ്ടായിരുന്നത്. മുൻപ് രാഹുലിനെതിരെ ആരോപണങ്ങളിൽ കർശന നടപടിയെടുക്കണമെന്ന് സംഘടനയ്ക്കുള്ളിൽ ശക്തമായി ആവശ്യപ്പെട്ട ആൾ തന്നെയാണ് വി ഡി സതീശൻ. യൂത്ത് കോൺഗ്രസ് നേതൃസ്ഥാനത്ത് നിന്നും രാഹുലിനെ നീക്കിയതിനു പിന്നിലും വി ഡി സതീശൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ആരോപണങ്ങൾ ഉയരുകയും BJPയും DYFയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത ശേഷം ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സർക്കാർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ജില്ലാതല പട്ടയമേളയിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിക്കും CPM MLA K ശാന്താകുമാരിക്കും ഒപ്പമാണ് രാഹുൽ പങ്കെടുത്തത്. ചടങ്ങ് മന്ത്രി K രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പിറന്നാൾ ദിനത്തിൽ പരിപാടി സംഘടിപ്പിച്ചതിൽ സന്തോഷമുണ്ട് എന്നും എല്ലാവർക്കും ഭൂമി എന്നത് ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമായിരുന്നുവെന്നും രാഹുൽ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഭൂരഹിതരല്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച ഉമ്മൻചാണ്ടിയുടെ തുടർച്ചയായാണ് പിണറായി വിജയൻ സർക്കാർ ഇത്തരം പദ്ധതികൾ നടപ്പാക്കി വരുന്നത്. പട്ടയം വാങ്ങാനെത്തിയവർക്കൊപ്പം ഫോട്ടോ എടുത്താണ് രാഹുൽ മടങ്ങിയത്. രാഹുലിനെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് നേരത്തെ DYFയും BJPയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോപണങ്ങൾക്ക് ശേഷം ആദ്യമായി പിരിയാരി പഞ്ചായത്തിൽ പൊതുപരിപാടിക്കെത്തിയ രാഹുലിനെ തടയാൻ DYFI BJP പ്രവർത്തകർ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് BJPക്കാരിയായ പാലക്കാട് നഗരസഭാ അധ്യക്ഷനും CPMകാരനായ കണ്ണാടി പഞ്ചായത്ത് പ്രസിഡന്റും രാഹുലിനൊപ്പം വേദി പങ്കിടുകയായിരുന്നു. ഇതേ ചൊല്ലി വിവാദം ഉയർന്നുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്.